മുൻ മുഖ്യമന്ത്രി CPM മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ രാജ്യം പത്മ പുരസ്കാരം നൽകി ആദരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പമുള്ളത് VSന്റെ മകനാണ്. ഇതിപ്പോൾ നിലവിൽ VSന് തേടി ഒരു അംഗീകാരം എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ അംഗീകാരത്തെ എങ്ങനെ കാണുന്നു? ഇത് സ്വീകരിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? മകനെന്ന നിലയിൽ അച്ഛന് കിട്ടുന്ന അംഗീകാരങ്ങൾ അത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. ജനങ്ങളുടെ കൂടെ ഉള്ള ആളായിരുന്നു അച്ഛൻ. അപ്പോൾ ആ ജനങ്ങളുടെ അംഗീകാരമാണ് നമുക്കെപ്പോഴും ഏറ്റവും പ്രധാനം. ഇതിപ്പോൾ ഏത് നിലയിലുള്ള ചെറുതായാലും വലുതായാലും കിട്ടുന്ന അച്ഛന് ലഭിക്കുന്ന അംഗീകാരങ്ങളെല്ലാം തന്നെ മകനെന്നുള്ള രീതിയിൽ സന്തോഷം തരുന്നതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ CPM നേതാക്കളൊന്നും അല്ലെങ്കിൽ ഇടത് രംഗത്തുള്ള ആരും തന്നെ ഇങ്ങനെയുള്ള ഭരണകൂടങ്ങളുടെ അംഗീകാരങ്ങൾ സ്വീകരിക്കാറില്ല. അതിന് പല ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട്. EMS അടക്കമുള്ളവരുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പാർട്ടി പറയുന്നത് കുടുംബത്തിന് തീരുമാനിക്കാം എന്നുള്ളതാണല്ലോ. അല്ല, അതിപ്പോൾ ഇന്നലെ അനൗൺസ് ചെയ്തല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു വാർത്ത അറിഞ്ഞതിലുള്ള സന്തോഷമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ പുറകെ തീരുമാനിക്കാം. അതിൻ്റെ ഒരു സമയം ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടെല്ലാം തന്നെ ചർച്ച ചെയ്തിട്ട് പുറകെ തീരുമാനിക്കാവുന്ന കാര്യമാണ്. ഇതിപ്പോൾ എവിടുന്ന ഒരു അംഗീകാരം അച്ഛന് കിട്ടുന്നത്, അത് അവാർഡല്ല, ഏത് രീതിയിലുള്ളതാണെങ്കിലും അത് എന്നും സന്തോഷമുണ്ടാകും. എല്ലാവർക്കും അച്ഛനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇതിൽ മറ്റൊന്ന് പ്രധാനമായും ഇപ്പോൾ ഈ രാഷ്ട്രീയ അജണ്ടകൾ ചൂണ്ടിക്കാട്ടിയാണല്ലോ ഈ പുരസ്കാരങ്ങൾ പൊതുവിൽ സ്വീകരിക്കാത്തത്, തിരസ്കരിക്കുന്നത്. ഈ ഒരു അവാർഡിലും അല്ലെങ്കിൽ ഈ ഒരു ഇതിലും രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അതിപ്പോൾ സംസാരിക്കേണ്ട ഒരു വിഷയമല്ല. ഇപ്പോൾ ഈ ഒരു അവാർഡ് വന്നതിൻ്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇതുപോലെ പലരും വിളിച്ച് പല കേന്ദ്രങ്ങളിൽ നിന്നും VSനെ ആദരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അംഗീകാരങ്ങൾ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അതിനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ടാണ് കണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ വിശകലനങ്ങൾ നമുക്ക് പുറകെ നടത്താം. എന്തായാലും ഇത് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത്, ബഹുമതി സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ചർച്ചകൾക്ക് ശേഷം ഒരു തീരുമാനമെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം അറിയിക്കുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.